ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസിൻ്റെ DB ചെയ്യുന്ന സമയത്ത് വീടുകളിൽ വെക്കുന്ന സമയത്ത് സെപ്പറേറ്റ് പൈപ്പുകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5000 വാട്ട്സിന് മുകളിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ട് 3 ഫേസ് DBയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പുതിയ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഫേസ് വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 3 ഫേസ് വെക്കുന്നതാണ്. പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരുത്തുമ്പോൾ AC-യുടെ എണ്ണം കൂട്ടുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ഹീറ്ററിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാട്ട്സ് വ്യത്യാസം വരും. അപ്പോൾ പിന്നീട് നമ്മൾ 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 3 ഫേസിൻ്റെ DB നമ്മൾ വെക്കുമ്പോൾ ആദ്യം സിംഗിൾ ഫേസിൻ്റെ DB കംപ്ലീറ്റ് വെട്ടിപ്പൊളിച്ച് മാറ്റി വെച്ചിട്ട് വേണം, കുത്തി പൊളിച്ച് മാറ്റി വെച്ചിട്ട് വേണം 3 ഫേസ് വയ്ക്കാൻ. പിന്നെ അത് മാത്രമല്ല മീറ്റർ ബോക്സും അങ്ങനെ തന്നെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളൊരു പുതിയ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഫേസ് വെക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പൈസ മാത്രമേ വ്യത്യാസമുള്ളൂ. 3 ഫേസ് വെക്കുക. 3 ഫേസിൻ്റെ DB മീറ്റർ ബോക്സും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്ത് യൂസ് ചെയ്യാം. 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ മാത്രം മാറ്റിയാൽ മാത്രം മതി. വേറെ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതിലേക്ക് വരുന്ന പൈപ്പുകൾ വേറെ ഒന്നുമല്ല. നമ്മൾ 3 ഫേസിലേക്ക് വരുന്ന വേറെ സിംഗിൾ ഫേസിലേക്ക് വരുന്നതാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഓരോ സെക്ഷൻ, ഓരോ റൂമുകൾ സെപ്പറേറ്റ് പൈപ്പുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സെപ്പറേറ്റ് പൈപ്പ് എന്ന് ഉദ്ദേശിച്ച് സെപ്പറേറ്റ് സർക്യൂട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു റൂമിന് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട്, അടുത്ത റൂമിന് സെപ്പറേറ്റ് സർക്യൂട്ട്, അതിൽ AC വരുന്നുണ്ടെങ്കിൽ ACക്ക് സെപ്പറേറ്റ് സർക്യൂട്ട്, റൂം സർക്യൂട്ട് സെപ്പറേറ്റ് സർക്യൂട്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അത് വാട്ടർ ഹീറ്റർ വരുന്നുണ്ടെങ്കിൽ വാട്ടർ ഹീറ്ററിന് സെപ്പറേറ്റ് സർക്യൂട്ട്, ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ മുകളിലേക്ക്, അതായത് മുകളിലെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളുണ്ടെങ്കിൽ അവിടേക്ക് സെപ്പറേറ്റ് ഒരു 4 എക്സ്ട്രാ പൈപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ബെഡ്റൂം മുകളിലുണ്ടെങ്കിൽ, 1-ാം നിലയുടെ മുകളിലുണ്ടെങ്കിൽ നമുക്കൊരു 4 പൈപ്പ് എക്സ്ട്രാ പൈപ്പ്, നമ്മളൊരു 1 ഇഞ്ച് പൈപ്പ് എക്സ്ട്രാ DBയിൽ നിന്ന് കയറ്റിയിടണം. കാരണം ആ ഏരിയയിലേക്ക് വരുന്ന സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, പിന്നെ മുകളിലാണ് ഇൻവെർട്ടർ വെക്കുന്നതെങ്കിൽ ഇൻവെർട്ടർ സെപ്പറേറ്റ് സർക്യൂട്ട്, പിന്നെ വാട്ടർ ഹീറ്റർ വെക്കുന്നതെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പൺ ടെറസിലാണ് വരുന്നതെങ്കിൽ ആ ഏരിയയിലേക്ക് വേണ്ട സർക്യൂട്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഗുണം ഒരു 4 സെപ്പറേറ്റ് 25 mm പൈപ്പ് നമ്മൾ DBയിൽ നിന്നും സെപ്പറേറ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ടുകൾ വലിക്കുന്ന സമയത്ത് ഓവറായിട്ട് ടൈറ്റ് ആവില്ല. ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട്, ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ട് ഇൻഡക്ഷൻ കറണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ്, വരുന്ന കംപ്ലയിൻറ്റ്സുകൾ നല്ല ശതമാനം വരുന്നത് വയറ് ടൈറ്റ് ആയിട്ടാണ്. അതായത് നമ്മൾ ഇടുന്ന പൈപ്പിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ വയറ് ടൈറ്റായിട്ട് വലിക്കും. കാരണം സെപ്പറേറ്റ് സർക്യൂട്ടുകൾ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്ന സമയത്ത് വയറിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ വരുന്ന പൈപ്പിൻ്റെ എണ്ണം കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ട് ഫോം ചെയ്യും. പിന്നീട് വരുന്ന കംപ്ലയിൻറ്റുകൾ കംപ്ലീറ്റ് ഈ പറയുന്ന പ്രശ്നത്തിനെല്ലാം തുടക്കം വയറ് ടൈറ്റ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത്യാവശ്യത്തിന് പൈപ്പ് നമ്മൾ എല്ലാ ഏരിയകളിലേക്ക് കൺസീൽ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഒരു നഷ്ടമായിട്ട് കൂട്ടരുത്. പിന്നീട് വരുന്ന കംപ്ലയിൻറ്റ്സുകൾ നല്ലൊരു ശതമാനം നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ഓരോ റൂമിൻ്റെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പവറിൻ്റെയൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ട്, മോട്ടറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് സർക്യൂട്ട്, ഇതെല്ലാം സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഏത് സെക്ഷനാണ് എന്ന് പെട്ടെന്ന് നമുക്ക് കംപ്ലയിൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ സെക്ഷൻ മാത്രം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി സെക്ഷനുകൾ ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അതെങ്ങനെയാണ് വയറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time